അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആ പേര് കേൾക്കുമ്പോൾ റസൂലിന്റെ കണ്ണ് നിറയും. എന്തുകൊണ്ടാണത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? റസൂലിന് ആരും ഇല്ലായിരുന്നു. ഉമ്മയില്ലായിരുന്നു, വാപ്പയില്ലായിരുന്നു, അനിയനില്ലായിരുന്നു, ജ്യേഷ്ഠനില്ലായിരുന്നു, പെങ്ങളില്ലായിരുന്നു, പ്രണയിനിയുമില്ലായിരുന്നു. റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും എല്ലാ ഭാവങ്ങളും റസൂലിന് നൽകിയ സ്ത്രീയായിരുന്നു ഖദീജ ബീവി. ആ ബന്ധത്തിന്റെ ഏറ്റവും തീക്ഷണമായ പ്രത്യേകത, ഏറ്റവും ആഴത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റസൂലിനെ അത്രയേറെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പെങ്ങളില്ലാതിരുന്ന റസൂലിന് പെങ്ങളായിരുന്നു. പ്രണയിനി ഇല്ലാതിരുന്ന റസൂലിന്റെ ജീവിതത്തിന് പ്രണയം എന്താണെന്ന് പറഞ്ഞെടുത്തത് ഖദീജ ബീവിയാണ്. ഉമ്മയെ കിട്ടിയിട്ടില്ലാത്ത റസൂലിന് ഉമ്മയുടെ സാന്ത്വനം നൽകിയത് അവരാണ്. റസൂലിനേക്കാൾ കുറച്ച് പ്രായക്കൂടുതലാണ്, അല്ലെ? ഇങ്ങനെ നിങ്ങളിങ്ങനെ എണ്ണി നോക്കൂ. റസൂലിന് മക്കളെ നൽകിയ ഒരേ ഒരു ഭാര്യയാണ് ഖദീജ ബീവി. മറ്റു ഭാര്യമാരിലൊന്നും റസൂലിന് മക്കളുടെ കിട്ടില്ല. 55 വയസ്സായൊരു സ്ത്രീ റസൂലിന് ഓരോ നേരവും ഭക്ഷണവും കൊണ്ട് പോവാണ് അങ്ങോട്ട്. വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം. മക്കളെ നോക്കിയാൽ മാത്രം പോരാ, വരുമാനം കൂടി വേണം. ഭർത്താവ് അവിടെ മലയുടെ മുകളില് ദൈവികമായൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അതിന്റെ യാതൊരു പരാതിയുമില്ല. ഓരോ നേരവും ഭക്ഷണം കൊണ്ടുപോകുന്നു, റസൂലിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് റസൂല് പേടിച്ചിട്ടാ ഓടി വരുന്നത്. അപ്പൊ പറയണ എന്താണ്? നിങ്ങളെ പടച്ചവൻ കൈവിടുകയില്ല എന്നാ പറയണം. നിങ്ങൾ ആർക്കൊരു ദ്രോഹം ചെയ്ത ആളല്ലല്ലോ, നിങ്ങൾ നല്ലത് ചെയ്ത ആളാണ്. നിങ്ങൾ പാവപ്പെട്ട മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ കാണുന്നവനാ, കരയുന്നവന്റെ കണ്ണീര് തുടക്കുന്നവനാ. നിങ്ങളെ റബ്ബ് കൈവിടുകയില്ല എന്ന് പറയും. അതാണ് പുതപ്പിക്കൽ. മനസ്സിലായില്ലേ? അതൊരു ശീലകഷ്ണം കൊണ്ട് നിർവഹിക്കപ്പെടുന്നതല്ല. ഒരു മനുഷ്യന്റെ വാക്കിന് ഒരായുസിന്റെ നീളമുണ്ടോ? റസൂലിന് അപ്പ കിട്ടിയ ഒരു ഊർജം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ആ റസൂലാണ് പ്രവാചകനായി മാറുന്നത്. പിന്നെ എങ്ങനെ ഖദീജ ബീവിനെ മറക്കൂ? ഖദീജ ബീവി മരണപ്പെട്ട് ആ വർഷത്തെ കുറിച്ചാണ് റസൂല് പറഞ്ഞത് ദുഃഖവർഷം എന്നാണ്. മരണപ്പെട്ട് കുറെ കാലം റസൂല് വേറെ കല്യാണം കഴിച്ചില്ല. അപ്പൊ റസൂലിന്റെ വീട്ടിലേക്ക് അടിച്ചു തെളിക്കാനും വൃത്തിയാക്കാനൊക്കെ വരുന്ന ഒരു സ്ത്രീയുണ്ട്. അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന റസൂലിനോട് പറയും, റസൂല് വേറൊരു കല്യാണം കഴിച്ചുകൂടാ. അപ്പൊ റസൂൽ എന്താ പറയാന്നറിയോ? എന്താ പറയാ? എന്റെ ഖദീജയെ പോലെ വേറെ ആരും ഉണ്ട് എന്ന് ചോദിച്ചു. ഒരിക്കൽ ആയിഷ ബീവി റസൂൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഒരു പെൺകുട്ടി വന്നു. ആ കുട്ടിയുടെ പേര് ഹാല എന്നാണ്. ഖദീജ ബീവിയുടെ അനിയത്തിയാണ്. ഖദീജ ബീവിയുടെ അതേ രൂപമുള്ള കുട്ടിയാണ്, അതേ സൗണ്ട്. റസൂലിന് ഖദീജ ബീവിയെ ഓർമ്മ വന്നു. റസൂൽ ആ കുട്ടിയെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. റസൂലിന് ഉത്കടമായ ഒരു ആഹ്ലാദം. ഇത് സ്വാഭാവികമായും ആയിഷ ബീവിക്ക് വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടില്ല. അവരിങ്ങനെ ഒഴിച്ചു കൊണ്ടുപോയിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ ഇത്രക്ക് വേണോ? ഇപ്പോഴുമുണ്ടോ ഖദീജ ഉള്ളിൽ? റസൂലിന് ഖദീജയേക്കാൾ നല്ല ആളുകളൊക്കെ പിന്നെ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. റസൂലെ, ഖദീജയേക്കാൾ നല്ല ആളുകളെ പിന്നെ കിട്ടിയിട്ടില്ലേ? കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ഉണ്ട് എന്നാണ്, അല്ലെ? പക്ഷെ റസൂല് പറഞ്ഞെന്താണെന്നറിയോ? ഇല്ല ആയിഷ എന്നാണ്. ആയിഷ ബീവിക്ക് എന്ത് തോന്നുന്നൊന്നും റസൂൽ ആലോചിച്ചില്ല. റസൂൽ ഉള്ളത് പറഞ്ഞു. ഇല്ല ആയിഷ, എല്ലാവരും കൈവടിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചവളാണവൾ. എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോൾ എന്റെ കൂടെ നിന്നവളാണവൾ എന്ന് പറഞ്ഞ് റസൂൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ വാക്കുകൾ. അപ്പൊ റസൂലിന് മറക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി, ആ വ്യക്തി എത്രയോ കാലത്തിന് ശേഷം ഓർമ്മിക്കപ്പെടുന്നു. റസൂലിന്റെ പ്രണയം കിട്ടിയവരാണ് ഖദീജ ബീവി. അഷ്റഫുൽ ബഷറാണ് റസൂൽ, ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ പ്രണയം ലഭിച്ച സ്ത്രീയാണ് ഖദീജ ബീവി. അത് വെറുതെ കിട്ടിയതല്ല, അല്ലെ? അത് തീർച്ചയായും ഈ ഒരു ഉൾക്കൊള്ളൽ കൊണ്ട് കിട്ടിയതാ. റസൂലിനെ അത്രയധികം മനസ്സിലാക്കി.